നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമാണ് വരാൻ പോകുന്നത്. എക്സാമിന് മിലേ സബ്കോ എന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും ഹിന്ദി എക്സാം ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെയായിരിക്കും എക്സാമിന് പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവുക. അപ്പം അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മിലേ സബ്കോ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ജോഡേ ഒരു വാക്യ ലിഖേ. ജോഡേ എന്ന് പറഞ്ഞാൽ ജോഡിയാക്കൂ എന്നാണ്. വാക്യ ലിഖേ എന്ന് പറഞ്ഞാൽ സെന്റൻസ് എഴുതൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ജോഡിയാക്കാനും സെന്റൻസ് എഴുതാനുമാണ്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ജോഡിയാക്കി മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്യണം? താഴത്തെ ബോക്സിലേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജോഡിയും ഓരോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ വാക്കിന്റെയും അർത്ഥം വായിച്ചു നോക്കാം. അപ്പൊ ഈ അർത്ഥം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹൈലൈറ്റ് ചെയ്ത കളറുകൾ തമ്മിൽ കണക്ട് ചെയ്തു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചു നോക്കാം. ഉഗ്നെ എന്ന് പറഞ്ഞാല് മുളയ്ക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഖിൽനെ വിരിയാൻ. പക്കിനെ എന്ന് പറഞ്ഞാല് പാകമാകാൻ. ഉഡിനെ എന്ന് പറഞ്ഞാല് പറക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്. ജീനെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ. പിന്നെ അടുത്ത കോളത്തില് കേലിയെ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നാണ്. കേലിയെ എന്നുള്ളതിനർത്ഥം വേണ്ടി എന്നാണ്. ഇനി മൂന്നാമത്തെ കോളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് ജമീൻ എന്നാണ്. ജമീൻ എന്ന് പറഞ്ഞാൽ നിലം എന്നാണ്. അപ്പോൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വെക്കുക. കാരണം നമുക്ക് താഴെ സെന്റൻസ് ആക്കി എടുത്തെഴുതാനുള്ളതാണ്. ജമീൻ എന്നതിന് താഴെ തോടീസി ആഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. തോടീസി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം വരുന്നത്. ആഗ് എന്ന് പറഞ്ഞാൽ തീ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് പങ്ക് ഓർ ആസ്മാൻ എന്നാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകാണ്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ചിറകും ആകാശവും. പിന്നെ നാലാമത്തത് മിട്ടി ഓർ ബൂന്ത്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി. ഇനി അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ അഞ്ചാമതായിട്ട് ഹവ ഓർ ധൂപ്പ്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയില്, സൂര്യപ്രകാശം. കാറ്റും വെയിലും. ഇനി നമ്മുടെ നാലാമത്തെ കോളത്തില് ചാഹിയെ എന്ന് എഴുതിയിട്ടുണ്ട്. ചാഹിയെ എന്ന് പറഞ്ഞാൽ വേണമെന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ വാക്കിന്റെയും അർത്ഥം ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കിത് ഓരോന്നും എന്ത് ചെയ്യാം? ജോഡിയാക്കി മാറ്റാം. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളറുകളിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ വാക്കും വായിക്കുക, അതിന്റെ അർത്ഥവും വായിച്ചു പോവാം. താഴത്തെ ബോക്സിൽ ഓൾറെഡി ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഉഗ്നെ കേലിയെ മിട്ടി ഓർ ബൂന്ദ് ചാഹിയെ. മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് കേലിയെ വേണ്ടി എന്നുള്ളതും ചാഹിയെ എന്നുള്ളതും ഈ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ബാക്കിയുള്ളതാണ് നമ്മൾ ജോഡിയാക്കി മാറ്റിയിട്ട് സെന്റൻസ് ആക്കി എടുത്തെഴുതേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് ഏതാണ്, അതെങ്ങനെയാണ് ജോഡിയായിട്ട് വരുന്നതെന്ന് നോക്കാം. ഖിൽനി എന്ന് പറഞ്ഞാല് വിരിയാൻ എന്നാണ് അർത്ഥം. അത് ഞാനൊരു ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കോളത്തിലേക്ക് നോക്കിയാലും അതേപോലെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാലും അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിരിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കാറ്റും വെയിലും വേണം. അപ്പൊ ആ സെന്റൻസ് എന്താണ്? ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. പക്നി. പക്നി എന്ന് പറഞ്ഞാല് പാകമാവാൻ. പാകമാവാൻ വേണ്ടി എന്ത് വേണം? കുറച്ച് തീ വേണം അല്ലെ?
അപ്പോൾ പക്കനെ കേലിയെ തോടി സി ആഗ് ചാഹിയേ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരായിട്ട് വരുന്നത്. പിന്നെ അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ. ഉടനെ എന്ന് പറഞ്ഞാൽ പറക്കാൻ എന്നാണ്. അപ്പൊ ഇതിന്റെ ജോഡി ഏതാണെന്ന് മൂന്നാമത്തെ കോളത്തിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഉടനെ കേലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയേ അല്ലെ, പറക്കാൻ വേണ്ടിയിട്ട് ചിറകും ആകാശവും വേണം. ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. ജീനെ. ജീനെ എന്ന് പറഞ്ഞാല് ജീവിക്കാൻ. ജീനെ കേലിയെ ജമീൻ ചാഹിയേ, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നിലം വേണം അല്ലെ, ഭൂമി വേണം. അപ്പൊ നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ ഓരോന്നും ജോഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മിലേ സബ്കോ എന്നുള്ള കവിതയിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ആ കവിതയിൽ ഓരോ വരി നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമൊക്കെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ വാക്കിന്റെയും അർത്ഥം നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. അത് ഈ പരീക്ഷയ്ക്കായാലും ഇനിയുള്ള ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് താഴേക്ക് സെന്റൻസ് ആക്കി എടുത്തെഴുതാം. ഇവിടെ ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ കളറിൽ തന്നെയാണ് സെന്റൻസ് എടുത്തെഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ജോഡി എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ ഇങ്ങനെയാണ് ഉത്തരം എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ കൂടെ വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ എങ്ങനെയാണ് തെറ്റാതെ വായിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് അക്ഷരങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തേത് വായിക്കാം. ഉഗ്നെ കെ ലിയെ മിട്ടി ഓർ ബൂൻ ചാഹിയെ, മുളയ്ക്കാൻ വേണ്ടി മണ്ണും തുള്ളിയും വേണം എന്നുള്ളതാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഇനി രണ്ടാമത്തെ വായിക്കാം. ഖിൽനെ കെ ലിയെ ഹവാ ഓർ ധൂപ് ചാഹിയെ, വിരിയാൻ വേണ്ടി കാറ്റും വെയിലും ഒക്കെ വേണം. അപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു മുട്ട ആയാൽ അത് വിരിയാൻ വേണ്ടിയിട്ട് കാറ്റും സൂര്യന്റെ പ്രകാശമൊക്കെ വേണ്ടതാണെന്ന്. പിന്നെ മൂന്നാമത്തെ വായിച്ചു നോക്കാം. പക്കനെ കെ ലിയെ തോടി സി ആഗ് ചാഹിയെ, പാകമാവാൻ വേണ്ടി കുറച്ച് തീ വേണം. ഇനി അടുത്തത് വായിച്ചു നോക്കാം. ഉടനെ കെ ലിയെ പങ്ക് ഓർ ആസമാൻ ചാഹിയെ, പറക്കാൻ വേണ്ടി ചിറകും ആകാശവും വേണം. അപ്പൊ ഇനി അവസാനത്തെ വായിച്ചു നോക്കാം. അത് ഓറഞ്ച് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ജീനെ കെ ലിയെ ജമീൻ ചാഹിയെ, ജീവിക്കാൻ വേണ്ടി നിലം വേണം, ഭൂമി വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോവുക. കാരണം കഴിഞ്ഞ എക്സാമിന് പല ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഓരോ ആൻസറും എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആൻസറുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും നല്ല അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ എഴുതാനും പറ്റുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു തരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.